ഇന്നലെ ഉണ്ടായ പ്രതിഷേധം അതിന് പിന്നാലെ ഇന്നലെ രാത്രി ഈ നേതാക്കളെയൊക്കെ തന്നെ അറസ്റ്റൊക്കെ ചെയ്തു. സ്വാഭാവികമായും പോലീസും അതുപോലെ തന്നെ സർക്കാരും പറയുന്നത് ഈ മൃതദേഹം അവിടെ നിന്ന് അനുമതിയില്ലാതെ എടുത്തുകൊണ്ടുപോയി പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇല്ല, പ്രതിഷേധിക്കാൻ നമ്മൾ അനുകൂലമായിരുന്നു. പ്രതിഷേധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവൽക്കരിച്ചതിനോട് നമുക്ക് താല്പര്യമില്ല. കാരണം അവർ വന്ന് ബലമായിട്ട് മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോയത്. അപ്പൊ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്റെ പെങ്ങളാ മരിച്ചത്. പെങ്ങളുടെ ഭർത്താവും മോനും അനുമതി കൊടുത്തു എന്ന് പറഞ്ഞു. അവര് പ്രത്യേക ഒരു സ്റ്റൈലായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം നടക്കുമ്പോൾ. അവര് പറഞ്ഞു അപ്പൊ ഈ സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു ഡിമാൻഡ് അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് നിങ്ങൾ അതെന്നാ ഇതുമായിട്ട് ചെയ്തോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ഇതിന് ശേഷമാണ്, ഞാൻ കൊന്നത്തടിയിലാണ് താമസിക്കുന്നത്. കൊന്നത്തടിയിൽ നിന്ന് ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ മൃതദേഹം എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഏത് കണ്ടീഷനിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വന്ന് ചെന്നെത്തുന്നുള്ളൂ. അപ്പൊ ഇവർ കൊണ്ടുപോയപ്പോ ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേ. അവരപ്പോ ഈ മൃതദേഹം ഇങ്ങനെ ഊർന്നു പോയിട്ടൊന്നും കയറ്റിക്കിടത്താനൊന്നും സമ്മതിച്ചില്ല. അപ്പൊ തന്നെ നമുക്ക് ആകെ വിഷമമായി. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അവിടെ വെച്ചിരുന്ന് കുറെ നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഇവര് ഈ UDF ആൾക്കാർ വന്ന് ഇങ്ങനെ സംഭവങ്ങൾ നടന്നത്. അങ്ങനെ മറ്റേ ആരും ഇല്ലാതെ. അപ്പൊ അതിനോട് നമുക്ക് യോജിപ്പില്ല. നമുക്ക് സംയുക്തമായിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ടല്ല. നമുക്ക് മരിച്ചയാൾ എന്തായാലും മരിച്ചുപോയി. അതിനിപ്പോ നമുക്ക് എന്ത് കിട്ടിയാലും അതിന് ഇതാവുമല്ലോ, അതിന് പകരമാകുകയല്ല. അപ്പൊ നമുക്ക് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചാൽ, നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പലരും സ്ഥലം വെറുതെ ഇട്ടേച്ചും അല്ലാതെ ഒറ്റ കൊടുത്തേച്ചും അങ്ങനെയൊക്കെ പോയി പുഴയ്ക്ക് അക്കരെ കയറി താമസിക്കുന്ന സാഹചര്യമുള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രതിഷേധത്തിന്റെ ഇത് നമ്മൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അതായത് എന്റെ അളിയനും പെങ്ങളുടെ മോനും ആണ് സമ്മതിച്ചത്. അവർ പ്രത്യേക ഒരു സ്റ്റേജിൽ ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അന്നേരം അവർ പറഞ്ഞു അനുമതി തന്നാന്ന് പറഞ്ഞു. അപ്പൊ ആര് കൊടുത്തു എന്നാ കൊടുത്താന്ന് എന്റെ പെങ്ങളല്ലേ മരിച്ചേ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ ഉള്ളത്. ഇനി ഇതിനോടനുബന്ധിച്ച് നമ്മൾ പ്രതിഷേധത്തിനൊന്നും റെഡിയല്ല. കാരണം നമുക്ക് രണ്ട് മന്ത്രി വന്നു, MLA വന്നു, ഇപ്പൊ MP വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജോർജ് വന്നു. ഇവരെല്ലാം നമുക്ക് വേണ്ടുന്ന ഉറപ്പ് തന്നു. നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങള് സർക്കാർ തലത്തിൽ നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളും കാര്യങ്ങളും എല്ലാം അവർ ചെയ്തു തരാൻ നമുക്ക് ഉറപ്പ് തന്നേച്ചാ പോയെ. ഉദ്യോഗസ്ഥന്മാര്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, കളക്ടർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം നമുക്ക് വേണ്ടുന്ന ഉറപ്പ് തന്നേച്ചാ പോയെ. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, ആന കടക്കാതിരിക്കാനുള്ള വേലിയോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇന്നലത്തെ സമരം ഒരു രാഷ്ട്രീയ സമരമായി മാറിയെന്നാണോ പറയുന്നത്? അതെ, ഉറപ്പായിട്ടും അതെ. നമ്മൾ അതിനോട് അനുകൂലമല്ല. അങ്ങനെ കാരണം നമ്മൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചതാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ ഒരു രാഷ്ട്രീയവൽക്കരണത്തിന് നമ്മൾ യോജിച്ചല്ല. എന്നെയാണേലും കാര്യം പോലീസുകാർ ബലമായിട്ടൊക്കെ പിടിച്ചു കയറി. അപ്പൊ ഞാൻ അന്നേരം ഈ മൃതദേഹം കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചതിന്റെ പേരിലാണ് എന്നെ അവർ ബലം പിടിച്ച് മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ മൃതദേഹം കിട്ടിയതിന് ശേഷം നമ്മളൊരു ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മൃതദേഹം കൊണ്ടുവരാനായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വീഴുന്ന അല്ലെ കളക്ടറെ ഇന്ന് സമ്മർദ്ദം വന്നിട്ടായിരിക്കണം പോലീസുകാർ അങ്ങനെ ചെയ്തല്ല. നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അനിയൻ്റെ മോനെ അവർ ബലമായിട്ട് വണ്ടി പിടിച്ച് കയറ്റി അവൻ്റെ മാലയൊക്കെ പൊട്ടിപ്പോയി, മാലയുടെ ഒരു കഷ്ണം പോയി, അതിലുണ്ടായിരുന്ന ഏലസമൊക്കെ പോയി. അതിനകത്തൊക്കെ നമുക്ക് വിഷമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാലും ഇന്നലെ രാത്രി ഈ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ സംഭവവികാസങ്ങൾ ഇന്നലെ പിന്നീടും കോതമംഗലത്ത് ഉണ്ടായി. ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ പോലീസിന്റെ ഈ നടപടി നിങ്ങൾ എങ്ങനെയാണ്? അതിനോട് നമുക്ക് യോജിപ്പില്ല. അത് നമ്മൾ അറിഞ്ഞിട്ടുമില്ല സംഭവങ്ങൾ. നമ്മൾ മൃതദേഹം വന്നു കഴിഞ്ഞിട്ട് പിന്നെയുള്ള കാര്യങ്ങളല്ല. പോലീസ് വേണ്ടുന്ന അകമ്പടിയോടുകൂടിയാണ് നമുക്കിവിടെ ബോഡി കൊണ്ടുവന്ന് എത്തിച്ചത്. അതിനുശേഷം മന്ത്രിമാർ രണ്ടുപേരും, MLA രണ്ടുപേരും, ജനപ്രതിനിധികളും, UDF രമേശ് ചെന്നിത്തല വന്നു. അപ്പൊ ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നു. എന്തായാലും മന്ത്രിമാരടക്കം സന്ദർശിക്കുകയും ചെയ്തു, പല ഉറപ്പുകളും തരികയും ചെയ്തു. ആ ഉറപ്പുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ടല്ലോ? പ്രതീക്ഷയുണ്ട്. ഉറപ്പുകൾ വരുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അത്ര ഇതായിട്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. മേഖലയിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണല്ലേ? സ്ഥിരമായി ഇത്തരം ആക്രമണങ്ങളും മറ്റും ഉണ്ടാവുന്നുണ്ട്? അതിൽ അക്രമങ്ങൾ ഉണ്ടാകാറില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ആനകൾ വരും. ഈ വീടിന്റെ മുറ്റത്തും ആന പലപ്പോഴും വന്നേച്ചു പോയിട്ടുണ്ട്. ഇത് ഇന്നലെ എന്താ സംഭവിച്ചെന്നറിയില്ല. എന്റെ അറിവിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടുണ്ടായ സംഭവം. അല്ലാതെ വരും, പറമ്പിൽ വരും, വാഴ അല്ല തെങ്ങൊക്കെ പറിച്ച് തിന്നേച്ച് പോകാറുള്ളതാണ്. പക്ഷെ ഇന്നലെ ഭയങ്കരമായിട്ട് ഇന്നലത്തെ ഒരു ആദ്യ സംഭവമാണ്.
ഇപ്പൊ ഇവിടെ അളിയൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഏതാണ്ട് ഒരു 70 വർഷത്തിന് മുകളിലായതായി സ്ഥലത്തിനൊക്കെ പട്ടയമായിട്ട് ഇവരോട് താമസം തുടങ്ങിയിട്ട്. അതിന്റെ ഇടകളിൽ ഈ ആദ്യ ഒരു സംഭവം നടക്കുന്നത്.